ഇന്റലിജൻസ് ബ്യൂറോയുടെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള ഇന്റർവ്യൂ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ വീഡിയോ. IBSAയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഈ കഴിഞ്ഞ 2025-ലാണ്. ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരിയിൽ അതിന്റെ ടയർ 2 എക്സാം, ട്രാൻസ്ലേഷൻ എക്സാം കണ്ടക്ട് ചെയ്തു. മെയ് ഫസ്റ്റ് വീക്കോടുകൂടി തന്നെ അതിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്തു. ഇനി നമ്മുടെ മുമ്പിലുള്ളത് ഒരേ ഒരു കടമയാണ്, ഇന്റർവ്യൂ, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ. അപ്പോൾ അതിലേക്ക് അടുക്കും തോറും നമ്മളെ സമീപിക്കുന്ന ഒരുപാട് ആസ്പിരൻസ്, ഒരുപാട് കുട്ടികൾ ഒരുപാട് ഡൗട്ടുമായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. അതിൽ 1-2 ഡൗട്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. ഒന്ന്, ഏത് രീതിയിലാണ് ഇന്റർവ്യൂ പാനലിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡ്രസ്സിംഗ് ചെയ്യേണ്ടത്. മറ്റൊന്ന്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ക്യാരി ചെയ്യണം. മറ്റൊന്നെന്ന് പറയുന്നത്, ഏതൊക്കെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാൻ പറ്റുക. ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരവുമായിട്ടാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോ എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡ്രസ്സിന്റെ കാര്യമാണ്. ഏത് രീതിയിലൊക്കെയാണ് ഡ്രസ്സ് ചെയ്യാൻ പറ്റുക, ഏതൊക്കെ തരത്തിൽ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ കാര്യം ഡിസ്കസ് ചെയ്യാം. മെയിൽ കാൻഡിഡേറ്റ്സ് ചൂസ് ചെയ്യേണ്ട ഡ്രസ്സസ് എന്തൊക്കെയാണ്? ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്, ഫോർമൽ ഷർട്ട് ആൻഡ് ഫോർമൽ ട്രൗസേഴ്സ് അല്ലെങ്കിൽ ഫോർമൽ പാൻസ്. ഇതായിരിക്കണം മെയിൽ കാൻഡിഡേറ്റ് ചൂസ് ചെയ്യുന്ന ഡ്രസ് എന്ന് പറയാം. ഇനി ഷർട്ടിലേക്ക് വന്നാൽ ഏത് തരത്തിലുള്ള ഷർട്ട്, ഏത് കളർ, ഏത് ഫാബ്രിക്, ഏത് രീതിയിൽ അതിനെ അസൈൻ ചെയ്യണം എന്നെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് പോകുകയാണ്. കളർ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡ് കളർ സെലക്ട് ചെയ്യാൻ ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ വൈറ്റ് സെലക്ട് ചെയ്യാം, സ്കൈ ബ്ലൂ സെലക്ട് ചെയ്യാം, ക്രീമി കളർ സെലക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ലൈറ്റ് ഷെയ്ഡ് മാത്രമേ സെലക്ട് ചെയ്യാവൂ. ക്ലിയർ ആണോ? ഫുൾ സ്ലീവ് ഇടും എന്ന് ഉറപ്പ് വരുത്തുക. ഇനി ട്രൗസേഴ്സിലേക്ക് പോവുകയാണ് എങ്കിൽ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബ്ലാക്ക് ചൂസ് ചെയ്യാം, നേവി ബ്ലൂ ചൂസ് ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. ഇനി ഫാബ്രിക്കിലേക്ക് പോവുകയാണെങ്കിലോ, ഷർട്ടിന്റെ ഫാബ്രിക് കോട്ടൺ ആയിരിക്കണം. ഇനി പാന്റിന്റെ ഫാബ്രിക് പോളി കോട്ടൺ ആയാലും പ്രശ്നമില്ല. ഓക്കെ. ഇനി അടുത്തതായിട്ട് പലർക്കും ഉള്ള ഡൗട്ടാണ്, സർ ഇൻസേർട്ട് ചെയ്യണോ? ഇൻസേർട്ട് ചെയ്തിരിക്കണം. ഇൻസേർട്ട് ചെയ്താൽ എന്താണ്? ബെൽറ്റ് ഇട്ടിരിക്കണം. ആ ബെൽറ്റ് എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ? കണ്ടീഷൻസ് ഉണ്ട്. ബെൽറ്റ് നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ വിഡ്ത്ത് നിങ്ങൾ പരിശോധിക്കുക. 1 മുതൽ 1.5 ഇഞ്ച് വരെ മാത്രമേ വിഡ്ത്ത് ആകാവൂ. അതിൽ കൂടുതലായാൽ നമ്മൾ കാഷ്വൽ ആയിട്ട് പ്രസന്റ് ചെയ്യും, അതൊരിക്കലും പാടില്ല. ഇനി ബെൽറ്റിന്റെ ബക്കിൾ ചൂസ് ചെയ്യുമ്പോൾ, ബക്കിൾ അറിയാലോ, ആ ബെൽറ്റ് ഫിക്സ് ചെയ്യുന്ന ആ ഒരു ഏരിയയിൽ ബക്കിൾ ചൂസ് ചെയ്യുമ്പോൾ ബ്രാൻഡുകൾ ശ്രദ്ധിക്കുക. ചില ബ്രാൻഡുകൾ, ഗൂച്ചി, ലെവിസ് പോലെയുള്ള ബ്രാൻഡുകൾ അവരുടെ ബ്രാൻഡ് നെയിം ആ ഒരു ലോഗോയിൽ, ആ ഒരു ബക്കിളിൽ പതിപ്പിച്ചിരിക്കും. അങ്ങനെയുള്ള എല്ലാ ബക്കിൾസും ഒഴിവാക്കുക. നോർമൽ പ്ലെയിൻ റെക്ടാങ്കുലർ ബക്കിൾ ആയാൽ ഫൈൻ, അല്ലെങ്കിൽ നമ്മൾ ആ ഡി ബക്കിൾ ഇല്ലേ, അതേപോലുള്ള ബെൽറ്റ് ചൂസ് ചെയ്താൽ ഇറ്റ്സ് ഓക്കെ. ഇനി ഏത് മെറ്റീരിയൽ ആണ് ബെൽറ്റിന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞേ? ലെതർ മെറ്റീരിയൽ തന്നെ ചൂസ് ചെയ്യണം. അതേപോലെ തന്നെ ഇനി ഷൂലാണോ അതോ ചെരുപ്പാണോ? നോർമൽ ചെരുപ്പ് ഇട്ടാൽ മതിയോ, ഷൂ ഇടണോ, എന്താണ് ആ ഒരു ചെരുപ്പിന്റെ കാര്യത്തിലൊന്ന് എന്തെങ്കിലും ഒരു കൺഫേം പറയാമോ? പറയാം. ഫോർമൽ ഓക്സ്ഫോർഡ് ഷൂ തന്നെ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കണം. ഫോർമൽ ഓക്സ്ഫോർഡ് ഷൂ. ഇനി അതിൽ കളറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ട്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ ഫോർമൽ ഓക്സ്ഫോർഡ് ഷൂ ഇത് തന്നെ ചൂസ് ചെയ്തിരിക്കണം. ഇനി നിങ്ങൾ ബ്ലാക്ക് ഫോർമൽ ഓക്സ്ഫോർഡ് ഷൂ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബ്ലാക്ക് ബെൽറ്റ് തന്നെ ഇട്ടിരിക്കണം. ഇനി അല്ല, ബ്രൗൺ ഷൂ ആണെങ്കിലോ ബ്രൗൺ ബെൽറ്റ് തന്നെ ഇടണം. ഇനി അടുത്തൊരു സംശയമാണ്, സർ ഈ ടോപ്പ് ബട്ടൺ ഇടണോ? ടോപ്പ് ബട്ടണിന്റെ ഇടേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളൊരു ടൈ യൂസ് ചെയ്യുകയാണ് എങ്കിൽ ടോപ്പ് ബട്ടൺ ഇട്ടിരിക്കണം. ഇനി ടോപ്പ് ബട്ടൺ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ, നിങ്ങൾ അൺകംഫർട്ടബിൾ അല്ല എന്ന് ഉറപ്പുവരുത്തുക. നോക്കി, എനിക്ക് ബട്ടൺ ഇടാൻ പറ്റുന്നില്ല, ഇട്ടാൽ തന്നെ എന്താ എന്റെ കഴുത്തിൽ ഞാൻ അൺകംഫർട്ടബിൾ ആകും. അപ്പോൾ ഇവിടെ ടോപ്പ് ബട്ടൺ ഇടുന്നെങ്കിൽ തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതേപോലെ ടൈ ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആണ് ചൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ലൈറ്റ് ഷെയ്ഡ് ഷർട്ട് ആണ്, ഫാബ്രിക് ആണ് ചൂസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഡാർക്ക് ഷെയ്ഡ് സോളിഡ് കളർ, ഒറ്റ കളർ ടൈ ചൂസ് ചെയ്യുക. ഇനി നിങ്ങൾ ടൈ ഇടുന്നില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ടൈ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ബട്ടൺ ഇടരുത്, ശ്രദ്ധിക്കുക. ടോപ്പ് ബട്ടൺ മാത്രമേ ഇടാതുള്ളൂ, ബാക്കി എല്ലാ ബട്ടൺസും ഇടുക. ഇനി ചില ഷർട്ട്സ് നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കോളർ സ്റ്റിഫ് ആയിരിക്കില്ല. കോളർ കുറച്ച് എന്താ പറയുന്നത്, കുറച്ച് അലമ്പായിട്ടൊക്കെ കിടക്കും. പക്ഷെ അതെന്താ, അത് ഒഴിവാക്കുക. ഒന്നുകിൽ കോളറിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് നിൽക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ലോണം അയൺ ചെയ്ത് സ്റ്റിഫ് ആയിട്ട് നിർത്തുക.
അപ്പോൾ ഇത്രയുമാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ക്ലോത്തിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മൾ ഗ്രൂമിങ്ങിന്റെ കാര്യം പറയും, ആക്സസറീസിന്റെ കാര്യം പറയും, ജ്വല്ലറിയുടെ കാര്യം പറയും, അതെല്ലാം നമ്മൾ പറയും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ സെഷനിലേക്ക് പോവുകയാണ് എങ്കിൽ നോക്കി, വിമൻ കാൻഡിഡേറ്റ്സിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന്റെ പോലെ ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് മാത്രമല്ല, അവർക്ക് വെസ്റ്റേൺ ഫോർമൽസ് യൂസ് ചെയ്യാം, അതായത് ഷോർട്ട് ആൻഡ് ട്രൗസേഴ്സ്. ഇനി അല്ല, സാരി യൂസ് ചെയ്യാം, ചുരിദാർ അല്ലെങ്കിൽ കുർത്തി യൂസ് ചെയ്യാം, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇനി ആദ്യം വെസ്റ്റേൺ ഫോർമൽസിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഷോർട്ട് ആൻഡ് ട്രൗസേഴ്സ് മെയിൽ കാൻഡിഡേറ്റ്സിനെ പോലെ പറഞ്ഞ പോലെ തന്നെ സ്ലീവ് ഫുൾ സ്ലീവ് ആവാം, തേർഡ് സ്ലീവ് ആവാം, 3 സ്ലീവ് ആയാലും പ്രശ്നമില്ല. ഇനി അതേപോലെ തന്നെ ഷർട്ട് ചൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ലൈറ്റ് ഷെയ്ഡ് ഷർട്ട് യൂസ് ചെയ്യാം, സ്കൈ ബ്ലൂ യൂസ് ചെയ്യാം, വൈറ്റ് ചൂസ് ചെയ്യാം, ക്രീമി കളർ ചൂസ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഇനി ട്രൗസേഴ്സിലേക്ക് വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് ചൂസ് ചെയ്യുക. ഫാബ്രിക് കോട്ടൺ ട്രൗസേഴ്സിനാണെങ്കിൽ പോളി വിനൈൽ, പോളി കോട്ടൺ പോലെയുള്ള മെറ്റീരിയൽ ചൂസ് ചെയ്യാം. ഇനി ബെൽറ്റ് ചൂസ് ചെയ്യുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞ അതേ രീതിയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലെതർ ബെൽറ്റ് ആയിരിക്കണം, വിഡ്ത് 1 to 1.5 ഇഞ്ച് ആയിരിക്കണം. ബക്കിൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് ലോഗോ ഒന്നുമില്ല, ഒരു എന്താ പറയുക ഫാൻസി ബെൽറ്റ് അല്ല, ഫാൻസി ബക്കിൾ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി നിങ്ങൾ ചെരുപ്പിലേക്ക് പോവുകയാണെങ്കിൽ, വെസ്റ്റേൺ ഫോർമൽസിന്റെ ചെരുപ്പിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്സ്ഫോർഡ് ഷൂ ചൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല, അതിനൊരു പ്രശ്നമില്ല. അതേപോലെ തന്നെ പോളിഷ്ഡ് ബ്ലാക്ക് ബെല്ലീസ് എന്ന് പറയുന്ന ഒരു മോഡൽ ചെരുപ്പുണ്ട്. ഒരു ഷൂ പോലെ തന്നെ ഇരിക്കും, അത് ചൂസ് ചെയ്യാം. പക്ഷേ നിറം എന്തായിരിക്കണം, ബ്ലാക്ക് ബെൽറ്റ് ഇടുന്നെങ്കിൽ ബ്ലാക്ക് ഷൂ, ഇനി അതല്ല ബ്രൗൺ ബെൽറ്റ് ഇടുന്നെങ്കിൽ ബ്രൗൺ ഷൂ. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി അതേപോലെ കോളർ സ്റ്റിഫ് ആണെന്ന് ഉറപ്പ് വരുത്തുക. ബാക്കി എല്ലാ കാര്യങ്ങളും മെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, ഇനി അടുത്ത ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലേക്ക് വന്നാലോ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലേക്ക് വന്നാലോ, സാരി. നമ്മൾ ട്രഡീഷണൽ ആവുകയാണെങ്കിൽ സാരിയാണ് ചൂസ് ചെയ്യുന്നത്. സാരി ചൂസ് ചെയ്യുകയാണെങ്കിൽ കോട്ടൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഖാദി ആയിരിക്കണം. ഇത് കഴിഞ്ഞിട്ടൊരു മെറ്റീരിയലിലേക്ക് നിങ്ങൾ പോകരുത്. ഇനി എങ്ങനെയായിരിക്കണം, ഫ്ലോറൽ ഡിസൈൻ ഉള്ള സാരീസ് ചൂസ് ചെയ്യാമോ? ചൂസ് ചെയ്യരുത്. ഒരു ഫാൻസി സാരീസും ചൂസ് ചെയ്യരുത്. ട്രാൻസ്പെറന്റ്, നമ്മൾ ഈ പറഞ്ഞ ഒരു ഫാബ്രിക്കും ട്രാൻസ്പെറന്റ് ആവരുത്, ഒപ്പേക്ക് ആയിരിക്കണം. ക്ലിയർ ആണോ? നിങ്ങളൊരു ഈ രാജ്യത്തെ ഏറ്റവും വലിയ പോസ്റ്റായ ഇന്റലിജൻസ് ബ്യൂറോ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ചെല്ലുന്നത്. അതിന്റെ സീരിയസ്നെസ് എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് കാണണം. ഓക്കെ, അപ്പോൾ സാരി യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താ, ഒരുപാട് ഫാൻസി ആയിട്ടുള്ള സാരീസ് യൂസ് ചെയ്യരുത്. സോളിഡ് കളർ ആയാൽ അത്രയും നല്ലത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ലൈറ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യുക. അതേപോലെ ഷോൾഡറിൽ എന്ത് പിൻ ചെയ്ത് വെക്കുക, അണീവൻ ആവരുത്. ഓക്കെ, നിങ്ങൾ അൺകംഫർട്ടബിൾ ആവരുത്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വന്നാൽ എന്താ, സൽവാർ യൂസ് ചെയ്യാം, കുർത്തീസ് യൂസ് ചെയ്യാം, ചുരിദാർ യൂസ് ചെയ്യാം. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എന്ത്, സോളിഡ് കളേഴ്സ്, ഒറ്റ കളർ ചൂസ് ചെയ്യുക. അതേപോലെ തന്നെ ഷോൾ ഇടുന്നതെങ്കിൽ, അതേപോലെ ദുപ്പട്ട അല്ലെങ്കിൽ പല്ലു അല്ലെങ്കിൽ ഷോൾ ഇടുന്നതെങ്കിൽ ഒരു സൈഡിൽ പിൻ ചെയ്ത് വെക്കുക, അല്ലാതെ നിങ്ങൾ ഷോൾ ഇടരുത്, ഷോൾ യൂസ് ചെയ്യരുത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഫുഡ് വിയറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്റെ വെസ്റ്റേൺ ഫോർമൽസിൽ വരുന്ന ഫുഡ് വിയർ പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞത്? പോളിഷ്ഡ് ബ്ലാക്ക് ബെല്ലീസ്, ഒരു ഷൂ പോലെയുള്ള ഒരു ചപ്പലാണ് അല്ലെങ്കിൽ ഒരു ചെരുപ്പാണ്. നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഓക്സ്ഫോർഡ് ഫോർമൽ ഷൂ ചൂസ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനി സാരിക്കാണെങ്കിൽ ക്ലോസ്ഡ് ബെല്ലീസ്, ഈ ട്രൗസേഴ്സിൽ പറഞ്ഞ പോലെ പോളിഷ്ഡ് ബ്ലാക്ക് ബെല്ലീസ് പോലെയുള്ള തന്നെ ഒരു മോഡൽ ചെരുപ്പാണ്, അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ലോ ബ്ലോക്സ് യൂസ് ചെയ്യാം. ഇനി കുർത്തി സ്യൂട്ട്സ് ആണെങ്കിലോ ഫോർമൽ ഫ്ലാറ്റ് സാൻഡൽസ്, എന്ന് വെച്ചാൽ നമ്മുടെ കെട്ടിച്ചെരുപ്പില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്, കെട്ടിച്ചെരുപ്പ്. പക്ഷേ ബാക്കിൽ സ്ട്രാപ്പ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ചെരുപ്പിന്റെ ബാക്കിൽ സ്ട്രാപ്പ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക, ഫ്രീ ആവരുത്. അതേപോലെ തന്നെ ചെരുപ്പ് ചൂസ് ചെയ്യുമ്പോൾ, കളർ ചൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് തന്നെ ആവാൻ ശ്രമിക്കാം. എല്ലായിടത്തും ബ്ലാക്ക് തന്നെ ആവാൻ ശ്രമിക്കാം. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഈ ചെരുപ്പ് ഒന്ന് ഓൾറെഡി പർച്ചേസ് ചെയ്തൊന്ന് നടന്നു നോക്കുക. ചില ചെരുപ്പുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതൊരു ഫ്ലോറിൽ അല്ലെങ്കിൽ ടൈൽഡ് ആയിട്ടുള്ള ഫ്ലോറിൽ നടക്കുമ്പോഴത്തേക്ക് സൗണ്ട് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെരുപ്പ് എടുക്കുക, ചെരുപ്പ് ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നടന്നു നോക്കുക. ടൈലിലൂടെയും അല്ലെങ്കിൽ അൺഈവൻ സർഫസിലൂടെയും എല്ലാം നടന്നു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, പെർഫോം ചെയ്യുന്നത്. സൗണ്ട് കേൾപ്പിക്കാനേ പാടില്ല, അത് ശ്രദ്ധിക്കുക, വളരെ വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സൗണ്ടിന്റെ പ്രശ്നം വരുന്ന ഇതിലാണ്, ഈ ഫുഡ് വിയറിലാണ്. അത് ആദ്യമേ ഒഴിവാക്കുക, എലിമിനേറ്റ് ചെയ്യുക. ഇനി നോക്കി ആക്സസറീസ്, എന്തൊക്കെ ആക്സസറീസ് ചൂസ് ചെയ്യാം.
വാച്ച് നിങ്ങൾ ഇടുന്നതെങ്കിൽ എന്റെ ഈ വാച്ച് നിങ്ങൾക്ക് കാണാമെങ്കിൽ ഇതൊരു അനലോഗ് വാച്ചാണ് അല്ലെ, ഒരു ചെയിൻ ആയിട്ടുള്ള അനലോഗ് വാച്ചാണ്. പക്ഷെ ഇതിനകത്ത് എന്താ ഡേറ്റിന്റെ ഇൻഡിക്കേഷൻസ് ഉണ്ട്, സെക്കൻഡ്സിന്റെ ഇൻഡിക്കേഷൻ ഉണ്ട്, അങ്ങനെ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള വാച്ചസ് ഉപയോഗിക്കരുത്. സിമ്പിൾ അനലോഗ് വാച്ച്, ലെതർ ഓർ മെറ്റൽ സ്ട്രാപ്പ്. ഓക്കെ, ദിസ് ഈസ് ഫൈൻ. ക്ലിയർ ആണോ? അങ്ങനെയുള്ള വാച്ചസ് ഓക്കെയാണ്. ഇനി ജ്വല്ലറി ചൂസ് ചെയ്യുമ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും മിനിമൽ ആയിരിക്കാം. നിങ്ങളെ അങ്ങനെ നിങ്ങൾ പ്രൊജക്ട് ചെയ്യാവൂ. ഇയറിംഗ്സ് ആണെങ്കിൽ ചെറിയ സ്റ്റഡ് യൂസ് ചെയ്യുക. ചെയിൻ ആണെങ്കിൽ ചെറിയ കനത്തിലുള്ള ചെയിൻ യൂസ് ചെയ്യുക. വളകൾ ഒഴിവാക്കുക. റിംഗ് ഒരുപാട് ഇടരുത്. മാരേജ് റിംഗ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, ഫൈൻ. വേറെ ഒരു റിംഗും ഉപയോഗിക്കാത്തതായിരിക്കും നല്ലത്. ഇനി കൊലുസ് അങ്ങനെയുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ജ്വല്ലറീസ് ഉണ്ടെങ്കിൽ മാക്സിമം ഒഴിവാക്കുക. ഇനി നമ്മൾ ഇതേപോലെയുള്ള എന്താ പറയുന്നത്, ഈ സൗണ്ട് കേൾക്കുന്ന ബാംഗിൾസും വളകളും അതേപോലെ സൗണ്ട് കേൾക്കുന്ന എന്ത് സാധനങ്ങളായാലും എന്ത് ചെയ്യുക, ഒഴിവാക്കുക. ഇനി റിലീജിയസ് ആയിട്ടുള്ള കുറച്ച് നമ്മളുടെ എന്താ പറയുന്നത് ചരടൊക്കെ ഇല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മുടെ ആ സ്ലീവിന് അടിയിൽ വരാൻ മാക്സിമം ശ്രമിക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സ്ലീവിന് അടിയിൽ വരാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രൂമിംഗ് ആണ്. ഏത് രീതിയിലാണ് ഹെയർസ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇനി മെയിൽ കാൻഡിഡേറ്റ്സിലേക്ക് വന്നാൽ നോക്കിയേ, താടിയുണ്ട്, മീശയുണ്ട്, മുടിയുണ്ട്. താടി ഫുള്ള് ഷേവ് ചെയ്യുക, ക്ലീൻ ഷേവ് ആയിരിക്കണം. ഇനി റിലീജിയസ് ആയിട്ട് നിങ്ങൾക്ക് താടി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ട്രിം ചെയ്ത് ചെറുതാക്കുക. മീശയും അതേപോലെ ട്രിം ചെയ്ത് ചെറുതാക്കുക. നീളത്തിലോ കൊമ്പൻ മീശയോ ആയിട്ട് ഒന്നും വെക്കരുത്, ട്രിം ചെയ്ത് ചെറുതാക്കുക. ഇനി ഹെയർ ആണെങ്കിൽ മിലിറ്ററി കട്ട് ചെയ്താൽ അത്രയും നല്ലത്, അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഷോർട്ട് ചെയ്യുക, എല്ലാം ഒതുക്കി വെക്കുക. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുടി ഒരിക്കലും ഫേസിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യരുത്. ഫേസിലേക്ക് ഒരിക്കലും വീഴരുത്. അതേപോലെ തന്നെ ഇയറും ചെവിയും എന്ത് ചെയ്യുക, മറയുന്ന രീതിയിൽ മുടി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. ആ രീതിയിൽ എന്ത് ചെയ്യുക, പോണിറ്റെയിലോ അല്ലെങ്കിൽ കെട്ടി വെക്കുക, ബാക്കിൽ കെട്ടി ഒതുക്കി വെക്കുക. ക്ലിയർ ആണോ? ഇനി മേക്കപ്പിലേക്ക് വരികയാണെങ്കിൽ ലിപ്സ്റ്റിക് മാക്സിമം ഒഴിവാക്കുക. ലിപ്സ്റ്റിക് നിങ്ങളുടെ കോൺഫിഡൻസിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ് മാത്രം, നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ ലിപ്സ്റ്റിക് കിട്ടുക എന്നുള്ളത്. ലൈറ്റ് ഷെയ്ഡ് മാത്രം യൂസ് ചെയ്യുക. ബാക്കിയുള്ള മേക്കപ്സിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. മിനിമലിസ്റ്റ് ആവുക, ഏറ്റവും മിനിമൽ മേക്കപ്സ് മാത്രം ചൂസ് ചെയ്യുക. അതേപോലെ ബോയ്സിന് കുറച്ച് പേർക്ക് എന്താ പറയുന്ന ഒരു സ്വഭാവമുണ്ട്, ഇടിവള യൂസ് ചെയ്യുക. ഇനി അത് യൂസ് ചെയ്യരുത്. ഇന്റർവ്യൂവിനെങ്കിലും അത് യൂസ് ചെയ്യരുത്. ഇന്റർവ്യൂവിന് പോകുമ്പോൾ അത് ഒഴിവാക്കി തന്നെ പോവുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സെഷനിലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ഡ്രസ്സും പ്രോപ്പർ ആയിട്ട് അയൺ ചെയ്ത് ഒരു ചുളുക്കം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആ രീതിയിലുള്ള ഫാബ്രിക് തന്നെ ചൂസ് ചെയ്യുക. ഓൾറെഡി ഞാൻ ഷൂവിന്റെ കേസ് പറഞ്ഞ പോലെ പർച്ചേസ് ചെയ്ത് വെക്കുക. നിങ്ങൾ വീട്ടിലൊരു ട്രയൽ ചെയ്ത് നോക്കുക. ക്ലിയർ ആണോ? ഒരു ചുളുക്കോ ഒന്നും ഉണ്ടാകരുത്. ഇനി എന്തെങ്കിലും നൂലുകൾ ഇങ്ങനെ എന്താ പുറത്തോട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെക്കുക. ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ എല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ത്രെഡ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും നൂലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെട്ടിയിടുക. ക്ലിയർ ആണോ? ഇനി അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ഓക്കെ, നിങ്ങൾ ഉടനെ വിളിക്കാൻ സാധ്യതയില്ല. ടൈം സ്ലോട്ട് അറേഞ്ച് ചെയ്യണമെങ്കിലും പെട്ടെന്ന് വിളിക്കാൻ സാധ്യതയില്ല. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഇരിക്കുക. നിങ്ങളൊരു ഒഫീഷ്യൽ ഇന്റർവ്യൂവിനാണ് ചെന്നത്, ടെൻഷൻ ഉണ്ടാവരുത്, അൺഈസി ആവരുത്. അതേപോലെ തന്നെ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമെങ്കിൽ പോലും എന്ത് ചെയ്യുക, നിങ്ങളെ പേര് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം ഓക്കെയാണ്, ഞാൻ ഓക്കെയാണ്, എല്ലാം ഷർട്ടെല്ലാം ഓക്കെയാണ്, അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ കുർത്തിയെല്ലാം ഓക്കെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം ഇന്റർവ്യൂ റൂമിലേക്ക്, പാനലിസ്റ്റുകളുടെ റൂമിലേക്ക് അല്ലെങ്കിൽ പാനലിസ്റ്റുകളുടെ ഫ്രണ്ടിലേക്ക് എന്താ ചെയ്യാവൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ഈ ഒരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാം. അതേപോലെ ആക്സസറീസിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ഇനി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ കാര്യം ശ്രദ്ധിക്കുക. ഇലക്ട്രോണിക് റിംഗ്, ഇലക്ട്രോണിക് വാച്ചസ്, മൊബൈൽ ഫോൺസ് ഒന്നും ക്യാരി ചെയ്യരുത്. ഇനി നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഇരുന്ന ഫയൽസിന്റെ കാര്യം ശ്രദ്ധിച്ച്, ലെതർ ഫയൽ ആയിരിക്കണം. ഒരു പ്ലെയിൻ ലെതർ ഫയൽ ആയിരിക്കണം, ബ്ലാക്കോ ബ്രൗൺ, വേറെ ഒരു വർക്കും അതിൽ കാണരുത്. പെർഫെക്റ്റ്ലി നിങ്ങൾ ക്യാരി ചെയ്യുക. അലസമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ഡ്രസ്സിന്റെ കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാനുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഇന്റർവ്യൂ ക്രാക്ക് ചെയ്ത ടൈം 2 എക്സാം കഴിഞ്ഞ് ഇന്റർവ്യൂവിന് കാത്തിരിക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്.
എല്ലാം അവർ ശ്രദ്ധിക്കും. നിങ്ങൾ ആരാണെന്നുള്ളത് അവർക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ തന്നെ പ്രൊജക്ട് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി കൂടുതൽ ഡോക്യുമെന്റ്സിന്റെ കാര്യം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അറിയണമെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാം. നമ്മൾ തീർച്ചയായും അടുത്തൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇന്റർവ്യൂവിന് ക്രാക്ക് ചെയ്ത, ഇന്റർവ്യൂവിന് ക്ലിയർ ആയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്.